താനാരോ തന്നാരോ തക താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. കൊടുങ്ങല്ലൂർ വീട്, അതുകൊണ്ടാണ് അങ്ങനെ പാടിയത്. ഒരു ദേവിയുടെ പുത്രിയല്ലേ. എന്താ പറയാനുള്ളത് മോളെ മണിമേളത്തെ കുറിച്ച്? ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഷോസ് ഉണ്ടായിട്ടും ഇതുപോലെ ഒരു ഹാർമണിയും ഇത്ര ഫ്രണ്ട്സ് എങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ പുറത്ത് പ്രോഗ്രാംസിന് പോവുകയാണെങ്കിലും എല്ലാവരും വന്ന് വിശേഷം ചോദിക്കലും എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് മോള് ഇതിൽ പാടിയിരുന്നു. കാരണം മോളുടെ പാട്ടിന് പ്രത്യേകതയുണ്ട്. ദുഃഖങ്ങളൊന്നും മുഖത്ത് വയ്ക്കാറില്ല. എപ്പോഴും ആ നല്ല പല്ല് മുഴുവനും കാണിച്ച് രണ്ട് കണ്ണിങ്ങനെ അടച്ച് പിടിച്ച് പൂച്ച പാല് കുടിക്കുന്ന പോലെയാണ് മോളുടെ പാട്ട്. അത് വളരെ മനോഹരമാണ്. ആ പാട്ട് എന്നും എപ്പോഴും നല്ല മൃദുലമായ ശബ്ദത്തോടു കൂടി ഏതെങ്കിലും സിനിമയിലും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. എങ്ങനെയാ പൂച്ചയുടെ മുഖം? എങ്ങനെയാ? എന്താ അഭിപ്രായം മണിമേളത്തെ കുറിച്ച്? നല്ല അഭിപ്രായമാണ്. പിന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ എവിടെ ഏത് കോണിൽ ചെന്നാലും ആരെങ്കിലും ഒരാൾ എന്നോട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മണിമേളത്തിലെ കുട്ടിയല്ലേ. അത് തന്നെയാണ് ഏറ്റവും വലിയ ഓസ്കാർ അവാർഡ്. പിന്നെ അത് കൂടാതെ ഇവിടെ വന്നിട്ട് ഒരുപാട് നല്ല ഫ്രണ്ട്സിനും കിട്ടി. എന്താ എല്ലാവരും തമ്മിൽ ഭയങ്കര കൂട്ടാണ്. കാരണം നമുക്ക് തോന്നിപ്പോകാറുണ്ട് എലിമിനേഷൻ ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഔട്ടാക്കാതെ നമ്മുടെ ടോട്ടൽ പോയിൻ്റ് എടുത്ത് ലാസ്റ്റ് ഒരാൾക്ക് ഫസ്റ്റ് കൊടുത്തോളൂ എന്നുള്ള, അതായത് നമുക്ക് അവസാനം വരെ എല്ലാവർക്കും, അതായത് ഒരാൾ പോലും ഇവിടുന്ന് പൊഴിഞ്ഞു വരുന്നൊരാഗ്രഹമുണ്ട്. നമ്മളത്രയും തമ്മിൽ എല്ലാവരും നല്ല കൂട്ടാണ്. പിന്നെ കിട്ടിയൊരു ഈ ഓർക്കസ്ട്ര ചെറുമാരായിട്ട് നല്ലൊരു പരിചയം. പോരാത്തതിന് തേജേട്ടൻ്റെ വക ഒരു സ്റ്റേജ് പ്രോഗ്രാം കിട്ടി. കോറസായിട്ട് പാടാനാണെങ്കിൽ പോലും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിന്ന് പാടാൻ പറ്റി. അത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ഓർക്കസ്ട്ര ലീഡറിൻ്റെ കെയർ ഓഫിൽ എനിക്ക് കിട്ടിയാണ്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഇവിടുന്ന് ഡേഞ്ചർ സോണിലൊക്കെ ഔട്ടായി പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും മണിച്ചേട്ടൻ ഇവിടെ വെച്ചൊരു വാക്ക് തരുന്നു. എനിക്ക് നിങ്ങളുടെ പല ആളുകളുടെ വീട്ടിലേക്ക് എത്തിപ്പെടാൻ സമയം കിട്ടിയില്ല, കാരണം ഷൂട്ടിങ്ങും കാര്യം ബംഗളൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എല്ലാവരും കൂടി ഇതിലിരിക്കുന്ന തേജേട്ടൻ എല്ലാവരും കൂടി നമ്മൾ ഒരു ടൂറ് നമ്മൾ പോകുന്നുണ്ട്. അത് എവിടേക്കാ എന്നൊന്നും പറയില്ല. അത് നമ്മ തന്നെ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് എല്ലാവരും കൂടി അവിടെ ഇരുന്ന് പാട്ടും ബഹളവുമായി തകർത്ത് തിമിർത്ത് ഉല്ലസിക്കുന്ന ഒരു ദിവസമായിരിക്കും അത്. നമുക്കത് കാണാം, വരട്ടെ അല്ലേ? വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ പേടിക്കണ്ട. അപ്പോൾ ഇവിടുന്ന് വിട്ടുപോയാലും ഇടയ്ക്ക് ഈ വീട്ടിലേക്ക് ഓണത്തിനൊക്കെ മഴ മുത്തശ്ശി വന്നിട്ടുണ്ട് മക്കളെ, ഇത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വന്നുള്ളൂ, എൻ്റെ മക്കളൊക്കെ എവിടെയാ വായോ അന്ന മാതിരി നമ്മളെല്ലാവരും അപ്പനും അപ്പൂപ്പനും വല്യമ്മയും എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ അടിച്ചു പൊളിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കരകാട്ടക്കാര എന്തു പറയാൻ? എന്താ പറയണ്ടേ, ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി പേര് മണിച്ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. എന്നോട് പലരും മണിച്ചേട്ടനെ കൊണ്ട് ഒരു ഹായ് പറയിക്കുമോ, എൻ്റെ പേര് പറയിച്ചിട്ട് ഹായ് പറയിക്കുമെന്ന്. അതിൻ്റെ ലിസ്റ്റ് ഒരുപാടായത് കാരണം ഞാൻ അവരോടൊക്കെ പറയും, അങ്ങനെ പറയണം, ഒരുപാട് പേര് പറയേണ്ടി വരും എന്ന്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ മണിച്ചേട്ടൻ എല്ലാവർക്കും കൂടി ഒരു ഹായ് പറയണം. നിന്റെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാൽ? ആരുടെ? എൻ്റെ ബിബിൻ നാഥ്. നിന്നെ നാട്ടുകാർ കളിയാക്കി വിളിക്കുന്ന പേര് പറയേ? അങ്ങനെയൊന്നും വിളിക്കാറൊന്നുമില്ല. ശരി, അപ്പം എൻ്റെ സ്വന്തം അനുജൻ്റെ നാട്ടുകാർക്ക്, നിങ്ങളെല്ലാം വളർത്തി വലുതാക്കിയ ഈ കലാഭവൻ മണിയുടെ വിപിന് വേണ്ടി എൻ്റെ ഹായ് ഹോയ് ഹായ് ബൈ. പിന്നെ നമ്മൾ കരകാട്ടം ചെയ്ത സമയത്ത് മണിച്ചേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടുണ്ടല്ലോ. ഒത്തിരി പേര് എൻ്റെ ഈ കവിളത്ത് വന്ന് തൊട്ടിട്ടുണ്ട്. അതല്ലേ മണിച്ചേട്ടന് ഉമ്മ വെച്ച ഒത്തിരി കവിളല്ലേ, ഞങ്ങളൊന്ന് തൊട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര്. അയ്യോ, ഇപ്പൊ എൻ്റെ ഭാര്യ എനിക്ക് ഈ സൈഡിൽ ഉമ്മ തരണല്ലേ.
കാരണം ഈ ചെക്കൻ ഉമ്മ വെച്ചെന്നും പറഞ്ഞ് ഈ സൈഡിൽ മാത്രം ഉമ്മ തരല്ല. എനിക്കിത് വേണം. സാരല്ല കേട്ടോ, അതൊക്കെ ഒരു എനിക്ക് കിട്ടുന്നൊരു ഒരു സന്തോഷമല്ലേ മോനെ? അതെ അതെ, ഒരുപാട് പേരുടെ ആരാധന ശരിക്കും മനസ്സിലാക്കുന്നു. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര ടീം ഇത്രയും നല്ല ഒരുപാട് സിനിമകളിലൊക്കെ വർക്ക് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളാണ്. ഇവരൊക്കെ കൂടെ പാട്ട് പാടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോഴും കരകാട്ടത്തിനൊക്കെ പോകണില്ലേ? ഇല്ല, കരകാട്ടം നിർത്തിയല്ലേ? പക്ഷെ അത് മറക്കരുത്, നമ്മൾ ചെയ്ത ആ ജോലി മറക്കരുത്. അത് ഇടയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചില അവസരങ്ങളൊക്കെ ചെയ്യാറ്. എന്തായാലും നല്ലത് വരട്ടെ. ഓക്കെ, റെഡി. പൂർണ്ണ, ചന്ദ്ര, ഒരു ഉമ്മ ആദ്യം. ചക്കര ഉമ്മ. താങ്ക് യു. എന്ന് പറഞ്ഞാൽ സായി ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്, ഞാനും അമ്മയും. അപ്പോൾ അവിടെയുള്ള അമ്മമാരും അപ്പന്മാരും മെൻ്റലി ഇതായിട്ടുള്ള ആൾക്കാരൊക്കെ കാണുന്നുണ്ട് അത് പ്രോഗ്രാം. അപ്പം മണിച്ചേട്ടൻ്റെ ഡയലോഗൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് മെൻ്റലി ആയിട്ടുള്ള കുട്ടികളാണ് പറയാറുണ്ട്. അന്ന് മറ്റേ ആൻ്റണി അവിടെ ചാലക്കുടി വന്നപ്പം പറഞ്ഞ പോലെ പറയാറുണ്ട് മണിച്ചേട്ടൻ. അതെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഇതാണ് മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ പറയുന്നത്. അന്വേഷിച്ചായിട്ട് പറയാം. അവരുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്വേഷിച്ചായിട്ട് പറയണേ. ജയേഷ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് സായി ഗ്രാമത്തിൽ, ജയേഷ്. അപ്പം ആ പയ്യൻ എങ്ങനെ പറഞ്ഞു അതുപോലെ മണിച്ചേട്ടനെ ഞാൻ അന്വേഷിച്ചായിട്ട് പറയണേ ചേട്ടാ. ജയേഷിന് ഞാനൊരു ഉമ്മ പൂർണ്ണചന്ദ്രൻ്റെ പോക്കറ്റിൽ ഇട്ട് തരാം, അത് സ്വകാര്യമായിട്ട് കൊണ്ട് കവിളത്ത് കൊണ്ടുവച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സായി ഗ്രാമത്തിൻ്റെ പരിസരത്തുള്ള അവിടെയുള്ള ചേട്ടനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ബുദ്ധഭൂമിയിൽ. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള എല്ലാവരും അന്വേഷിച്ചായിട്ട് പറഞ്ഞു. ഓക്കെ, അവിടുത്തെ ഓക്കെ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. പിന്നെ മണിമേളത്തിൽ ഞാൻ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ സായി ഗ്രാമത്തിലാണ് ഞാൻ അന്ന് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ വെച്ചായിരുന്നു എന്താണ് ഈ പാട്ട് സിനിമ ഫിലിം സോങ്സ് പഠിക്കാൻ തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ അവിടെ ഞായറാഴ്ചകളിലാണ് ടി വിയെ കാണാറുള്ളത്, അത് ദൂരദർശനം മാത്രമേ ഇട്ട് തരാറുള്ളൂ. അപ്പോൾ ബാക്കി ഈ പഠിക്കുന്ന ദിവസങ്ങളിലൊന്നും ഇടാറില്ല, ഞായറാഴ്ച മാത്രമേ ഇടാറുള്ളൂ ടി വി. അങ്ങനെ സിനിമാ പാട്ടും എന്താണ് അങ്ങനെ കേട്ട് വളർന്ന ഒരു പയ്യനല്ല ഞാൻ. ആശ്രമത്തിലായിരുന്നുകൊണ്ട് ഡിവോഷണൽ സോങ്സും ഭജൻസും മാത്രം പഠിച്ചു വളർന്നതാണ്. പിന്നെ അങ്ങനെ എനിക്കൊരു ഐപോഡ് ദുബായിൽ നിന്ന് ഒരു ദീപ ചേച്ചി കൊണ്ടുവന്ന ഐപോഡ് ഇപ്പോഴും ഉണ്ട്, ഞാൻ ഈ മണിമേളത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പാട്ടുകൾ പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഈ മണിമേളത്തിൽ നിന്ന്, ചേട്ടൻ്റെ മണിമേളത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് എന്താണ് പാട്ട് പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. പിന്നെ തന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് ഇപ്പം പറഞ്ഞ പോലെ തന്നെ ബിബിൻ കരകാട്ടത്തിൻ്റെ അതിൻ്റെ എല്ലാവരും കാണാനുള്ള ഒരു അവസരം എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ വലിയൊരു മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള തേജേട്ടനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീമും അവരുടെ മുമ്പിൽ എനിക്ക് പാടാൻ പറ്റിയത് തന്നെ വളരെയധികം ഒരു സന്തോഷമായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒരു സിംഹക്കുട്ടിയാണ് എനിക്ക് കിട്ടിയത്, അതാണ് വേറൊരു പ്രത്യേകത. ചേട്ടൻ പറഞ്ഞത് പൂച്ചക്കുട്ടി എന്നാണ്, ഞാൻ പറയുകയാണ് സിംഹക്കുട്ടിയാണ് എനിക്ക് കിട്ടിയത്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഷോയിൽ വന്നതിൽ. ഹിമാലയം പൂച്ചക്കുട്ടി എന്ന് വെച്ചാൽ അവിടെ സിംഹമാണ്. എന്തായാലും പൂർണ്ണചന്ദ്ര, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. പൂർണ്ണചന്ദ്രൻ്റെ ഒരുപാട് കഥകൾ ഞാൻ കേട്ടതാണ്. ആ കഥകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രത്തിലൂടെ ജനിച്ചു വന്ന ഒരാളാണ് ഞാൻ. നമുക്കതൊക്കെ തുറന്ന് പറയാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. എൻ്റെ വീടൊരു എന്താ പറയുക 7 കെട്ട് ഓലയുടെ ഒരു വീടാണ്. പക്ഷെ ഇവിടെ എല്ലാവരും താമസിക്കുന്നത് 4 കെട്ട് വീട്ടിലാണ്. പക്ഷെ എൻ്റെ വീട് 7 കെട്ട് ഓലയിലായിരുന്നു. ഓലയിൽ തിണ്ണ പോലുമില്ലാതെ ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ വീട് വച്ചിരിക്കുന്നത്. മഴവെള്ളം പെയ്തു കഴിഞ്ഞാൽ നേരെ ഞങ്ങളുടെ അടുക്കള വഴി അടുപ്പിൻ്റെ 3 മൂലയിൽ കൂടെ പാമ്പ് വരുന്ന മാതിരി വെള്ളം ഞങ്ങൾ കിടക്കുന്ന സൈഡിലേക്ക് വരും. ഉറക്കത്തിൽ നീന്തി കളിച്ചൊരു ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ വെള്ളം വന്ന് കെട്ടി നിന്നുകൊണ്ട് ഈ 2 കാലും വെച്ച് ഇങ്ങനെ തട്ടി കളിക്കും. പാവം എൻ്റെ അച്ഛൻ ഈ വെള്ളം വീഴുമ്പോൾ, ചോരുന്ന വെള്ളം വീഴുമ്പോൾ പാത്രം, അന്നത്തെ കവടിക്കിണ്ണെന്ന് പറയും, വെളുത്ത കളറാണ്. അപ്പോൾ ഈ വെള്ളം വീഴുന്ന സ്ഥലത്തേക്ക് ഈ പാത്രം നീക്കി വയ്ക്കും. വെള്ളം തൊട്ടപ്പുറത്ത് വീഴുമ്പോൾ ഈ പാത്രം ഇങ്ങോട്ട് നീക്കി വയ്ക്കും. സ്വന്തം മക്കൾ നനയാതിരിക്കാൻ വേണ്ടി, തലയിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ പഠിക്കുന്ന എൻ്റെ ജീവശാസ്ത്രം ബയോളജി പുസ്തകത്തിൻ്റെ അട്ട എടുത്തിട്ടാണ് ഈ ഓലയുടെ മുകളിൽ ഇങ്ങനെ
കയറ്റി വയ്ക്കും വെള്ളം വീഴാതിരിക്കാൻ. അത്രയും കഠിനാധ്വാനങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളിൽ പലരും ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു JCB കൈ പോലെയാണ്. എല്ലാ ആൾക്കാർക്കും, എല്ലാ മക്കൾക്കും വൈകിട്ട് അച്ഛൻ വരുമ്പോൾ ഒരേ ഉരുള ചോറ് ആ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി തരും. ഞങ്ങളിങ്ങനെ വരിയായിട്ട് നിൽക്കും. ഒരു ഉരുള മേടിക്കും, അങ്ങോട്ട് മാറിപ്പോവും. ചേച്ചി വരും, മേടിച്ച് മാറിപ്പോവും. അങ്ങനെ ഇത് വാങ്ങിച്ച് അന്നത്തെ ആ ഒരു ഉരുള മതി ഞങ്ങളുടെ വയറ് നിറയാൻ. അങ്ങനെ എന്താ പറയുക, വയറ്റിലൊന്നുമില്ലാതെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ, റേഡിയോ, തൊട്ടടുത്ത വടക്കൻ്റെ വീട്ടിൽ അന്തോണിച്ചാൻ്റെ വീട്ടിൽ റേഡിയോയിലൂടെ വയലും വീടും പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ആ ശബ്ദങ്ങളൊക്കെ ഇന്നും ചെവിയിൽ അലയടിക്കുകയാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെ പഠിച്ച് വളർന്ന് വന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പം നിങ്ങളും അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പാടിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് നിരവധി പാരിതോഷികം നിങ്ങളെ തേടി വരും. അത് ഒരിക്കലും നിങ്ങൾ പിന്മാറിപ്പോവരുത്, മുന്നോട്ട് തന്നെ വരണം. അതിന് അടുത്ത ജന്മത്തിൽ പൂർണ്ണചന്ദ്രൻ്റെ ഈ കൈ ഒരു 4000 ശക്തിയുള്ള കൈയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, മനം അത് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ വിളിക്കുന്നത്. മാനെന്നാ അതങ്ങോട്ട് ഫേമസ് ആയ പേരും കൂടെ ഉണ്ട്. മണിമേളത്തിൽ വന്നിട്ട് നാട്ടിലൊരു എന്താ പറയുക, നാട്ടിൽ ഞാൻ വീട്ടിലുണ്ടാവാറില്ല. വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യണത്. സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണം. സ്റ്റുഡിയോ ഉണ്ടോ? സ്വന്തമായിട്ടില്ല, അവിടെ വേറെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ നാട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വരുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ട് ഇവിടെ ഒരാളുണ്ടെന്ന്. മാനം നോക്കി എന്ന് പറഞ്ഞ ആളുണ്ടല്ലേ? അതെ. അപ്പോൾ ചോദിക്കും, എല്ലാവരും ചോദിക്കും, ഈ മണിമേളത്തിലെ കാര്യമൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ ലേറ്റായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആൻമേരിയുടെ പേരായിട്ട് ലേറ്റായിട്ടാണ് സെന്തിലേട്ടനെ വിളിച്ചത്. സെന്തിലേട്ടന് ഒരു താങ്ക്സ് ഉണ്ട് എന്നെ വിളിച്ചതിന്. പിന്നെ എവിടെ പ്രോഗ്രാമിന് പോയാലും മണിമേളത്തിൻ്റെ കാര്യം ചോദിക്കും. കൂടുതൽ നമ്മളെ അടുത്ത് വരുമ്പോൾ ചോദിക്കും നമ്മളെ കണ്ടിട്ട് ഇഷ്ടമായിട്ടായിരിക്കുന്നു. പക്ഷേ അവർ ആദ്യം ചോദിക്കണ മണിച്ചേട്ടൻ്റെ കാര്യമാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള നമുക്ക് വേണ്ടി മണിച്ചേട്ടൻ ഒന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള എപ്പിസോഡില്ലേ, മണിച്ചേട്ടൻ എന്തിനാ ഇറങ്ങിപ്പോയിട്ട്, അങ്ങനെ അതാണ് ആദ്യം ചോദിച്ചത്. പിന്നെ ഉണ്ടായൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേജേട്ടൻ ഇത്രയും വലിയ ഒരു ഓർക്കസ്ട്ര. തേജേട്ടനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് നേരിട്ട് കാണുന്നത്. തേജേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഉണ്ടായൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ തേജേട്ടനൊരു സോങ് കമ്പോസ് ചെയ്തപ്പോൾ എനിക്ക് കൂടെ ഇരിക്കാൻ പറ്റി. അതൊരു ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണണം. പിന്നെ ഈ ഓർക്കസ്ട്ര, ഈ ചേട്ടന്മാരെല്ലാം ഭയങ്കര ഒരു കമ്പനിയാണ് എല്ലാവരും. ഇത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവർ. പക്ഷേ നമ്മുടെ അടുത്ത്, നമ്മൾ ഇത്ര ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മുടെ അടുത്ത് അതൊരു ഈഗോയും ഒന്നും കാണിച്ചിട്ടില്ല. തേജേട്ടനെ പോലുള്ള അവർക്കൊരു കൈയടി ശരിക്കും കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു സോങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂട്ടായിട്ടുള്ള പിച്ച് ആയിരിക്കില്ല. അപ്പം നമുക്കത് വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവർ മാറ്റി വായിക്കുകയാണ്. അത് സ്പോട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അങ്ങനൊരു പേര് വിളിച്ചത് ഒരിക്കലും അതൊരു മോശമായ പേരല്ല. എല്ലാവരും ഓമനിച്ച് വിളിക്കുന്ന ഒരു പേര് തന്നെ ആയിരിക്കുള്ളൂ. അതെ അതെ അല്ലേ? അതിലൊരു അഭിമാനമുണ്ട്. ഉണ്ട്. എന്തായാലും വലിയ സൗണ്ട് എഞ്ചിനീയറൊക്കെ ആയിട്ട് വരണം. അവിടെ വെച്ച് തന്നെ സ്വന്തമായിട്ട് പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യണം. പിന്നെ എന്താ പറയുക, ഒരു റസൂൽ പൂക്കുട്ടിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. പിന്നെ എന്താ പറയാനുള്ള മണിമേളത്തെക്കുറിച്ച്? മണിമേളത്തെക്കുറിച്ച് പറയാനാണ് ഒരുപാടുണ്ട് മണിച്ചേട്ടാ. അപ്പം മണിമേള ഇഷ്ടമാണ്? തീർച്ചയായിട്ടും മണിമേള ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മണിച്ചേട്ടനെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഒരുപാട് സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരുണ്ട്. ചേട്ടന്മാർ, അനിയത്തിമാർ, അതുപോലെ അനിയന്മാർ, ആസിഫ്, പൂർണ്ണശ്രീ, ഇവരൊക്കെ നല്ല കൂട്ടാണ്. അവരൊന്നും കൂട്ടുകാരനായിട്ട് കൂട്ടണ്ട കേട്ടോ. കൂട്ടുകാരനാണ്. പിന്നെ തേജേട്ടൻ, അത് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിന്, അത്രയും വലിയൊരു സ്റ്റേജ് ഷോയ്ക്ക് ഞങ്ങളെപ്പോലുള്ള കുട്ടികളെ വിളിച്ചു. ഒരുപാട് നന്ദിയുണ്ട് തേജേട്ടൻ. അതുപോലെ ഈ ഓർക്കസ്ട്ര ചേട്ടന്മാരെല്ലാം. അപ്പോൾ ഇതെല്ലാം മണിമേളത്തിൽ വന്നിട്ട് കിട്ടിയ ഭാഗ്യങ്ങളാണ് എല്ലാം. അപ്പോൾ എന്തായാലും ഈ അടുത്ത് തന്നെ തൊടുപുഴയിൽ ഞാനൊരു ഷൂട്ടിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരും. തീർച്ചയായിട്ടും വിളിച്ചിരിക്കുന്നു മണിച്ചേട്ടൻ. ഞാനും വിളിച്ചിരിക്കുന്നു. ഓ സന്തോഷം. ഒരു പാട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാൻ പറ്റുമോ? ഏനിന്നൊരു ചൊപ്പനം കണ്ടപ്പോൾ ചൊപ്പനം കണ്ടേ എന്നുള്ള പാട്ട് അറിയോ? ഏനിന്നലെ ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ, നല്ലൊരു
ചൊപ്പനം കണ്ടപ്പോ ചൊപ്പനം കണ്ടേ ഈ പാട്ട് ഞാൻ മുഴുവനായിട്ട് ഞാൻ ഒരു ദിവസം പാടുന്നുണ്ട്. പക്ഷേ ഈ പാട്ട് സംഗീതം നൽകിയത് നമ്മുടെ തേജക്കാണ്. അതും ആ പടം ആ ബാബു പോലീസോ ബാബു ബോയ്സ് അതന്നെ. ആ പാട്ട് ഞാൻ പൂർണ്ണമായിട്ട് ഒരു ദിവസം പാടുന്നുണ്ട്. എന്തായാലും മക്കളെ, നിങ്ങൾ ഇതിൽ നിന്ന് ഔട്ടായില്ലെങ്കിലും എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ല. നിങ്ങൾ യാതൊരു ടെൻഷനും പാടില്ല, ആരോട് അസൂയ പാടില്ല, ജലസി പാടില്ല. ഒരു കാരണന്മാർ പറഞ്ഞൊരു ചൊല്ലുണ്ട്, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാതിരിക്കുക, വന്നിക്കാൻ പറ്റിയില്ല നിന്ദിക്കാതിരിക്കുക, എളിമയിൽ നിന്നും വലിമ മേടിക്കുക. നിങ്ങളെല്ലാവരും വലിയ വലിയ ഗായകരായിട്ട് മാറട്ടെ എന്ന് സർവേശ്വരനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.